ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് തകർപ്പൻ ജയം. പാകിസ്ഥാനെതിരായ ജയം 7 വിക്കറ്റിനാണ്. ഇന്ത്യക്ക് വേണ്ടി തകർത്തടിച്ച സൂര്യകുമാർ യാദവ്. പാകിസ്ഥാനെ കടന്നാക്രമിച്ച അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും. ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ 2ാം ജയം കൂടിയാണ്. ജയേഷ് പൂക്കുട്ടൂരുണ്ട് വിശദാംശങ്ങളുമായി. ജയേഷ്, ഇതാ നമ്മൾ കാത്തിരുന്ന നിമിഷം എത്തിയിരിക്കുന്നു. പാകിസ്ഥാനെ തകർത്തിരിക്കുന്നു ഇന്ത്യ. 7 വിക്കറ്റ് ജയം. എന്താണ് വിവരങ്ങൾ? ഉറപ്പായിട്ടും ഒരു ഘട്ടത്തിലും പാകിസ്ഥാൻ നമുക്ക് എതിരാളികളല്ല എന്നുള്ള ഒരു കണക്ക് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് മെൻ ഇൻ ബ്ലൂ ടീം ഇന്ത്യ ആവേശകരമായ ഒരു വിജയത്തോടുകൂടി തന്നെ ഏഷ്യ കപ്പിന്റെ സൂപ്പർ 4ലേക്ക് മുന്നേറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വാർത്ത. അനായാസ വിജയം തന്നെയായിരുന്നു പാകിസ്ഥാനെതിരെ നേടിയിരിക്കുന്നത് ഇന്ത്യ. 128 റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അനായാസം തന്നെ എത്തി. 15.5 ഓവറിലാണ് 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ 131 റൺസ് എടുത്തത്. സുഫിയാൻ മുഖീമിനെ 6 അടിച്ചുകൊണ്ടാണ് നായകൻ സൂര്യകുമാർ യാദവ് ഇന്ത്യക്ക് അനായാസ വിജയം സമ്മാനിച്ചതെന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. ഉറപ്പായിട്ടും ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായത് ഒപ്പം തന്നെ സൂര്യകുമാർ, അതായത് ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ 128 എന്ന താരതമ്യേന ചെറിയ ടോട്ടലിലേക്ക് ബാറ്റ് ചെയ്ത് ഇന്ത്യക്ക് 2ാമത്തെ ഓവറിൽ തന്നെ വൈസ് ക്യാപ്റ്റനും ഓപ്പണറുമായ ശുഭ്മാൻ ഗില്ലിനെ നഷ്ടമായിരുന്നു. 10 റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലിനെ സൈം അയ്യൂബാണ് പുറത്താക്കിയത്. എന്നാൽ പിന്നീട് ഒത്തുചേർന്ന സൂര്യകുമാർ യാദവും അഭിഷേക് ശർമ്മയും ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയി. അഭിഷേക് ശർമ്മ ആദ്യ മത്സരത്തിന് സമാനമായി തന്നെ വെടിക്കെട്ട് മൂഡിൽ തന്നെയായിരുന്നു. 13 പന്തിലാണ് അദ്ദേഹം 4 ബൗണ്ടറികളും 2 സിക്സറുകളും സഹിതം 31 റൺസ് എടുത്തത്. പിന്നീട് അഭിഷേകിനെയും പുറത്താക്കിക്കൊണ്ട് സൈം അയ്യൂബ് ഒരിക്കൽ കൂടി ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് തിലക് വർമ്മ ക്രീസിലെത്തുന്നത്. തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ചേർന്ന് ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് തിലക് വർമ്മയെ സൈം അയ്യൂബ് 31 റൺസ് എടുത്ത് സൈം അയ്യൂബ് പുറത്താക്കിയെങ്കിലും അവസാനമെത്തിയ ശിവം ദുബെ, അതായത് തിലക് വർമ്മ പുറത്തായ ശേഷം 5ാമനായി സാധാരണഗതിയിൽ 5ാം പൊസിഷനിലുണ്ടായിരുന്നത് സഞ്ജു സാംസൺ ആയിരുന്നു. നമ്മളെല്ലാവരും വലിയ പ്രതീക്ഷയോടെയായിരുന്നു സഞ്ജു സാംസൺ ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ശിവം ദുബെ ആയിരുന്നു ഇന്നിംഗ്സിനെത്തിയത്. ശിവം ദുബെ ഇന്നിംഗ്സ് സൂര്യകുമാർ യാദവിനൊപ്പം തന്നെ അവസാന നിമിഷം ക്രീസിൽ നിന്നുകൊണ്ട് ഇന്ത്യക്ക് വിജയം സമ്മാനിക്കുകയായിരുന്നു. എടുത്തു പറയാനുള്ളത് സുഫിയാൻ മുക്കീമിനെ 6 അടിച്ചുകൊണ്ട് മികച്ചൊരു ഫിനിഷോട് കൂടി തന്നെയാണ് നായകൻ സൂര്യകുമാർ യാദവ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. ഒപ്പം തന്നെ തുടർച്ചയായ 2ാമത്തെ വിജയത്തോടു കൂടി തന്നെ ഇന്ത്യ സൂപ്പർ 4ലേക്ക് മുന്നേറി. സൂപ്പർ 4ലേക്ക് എത്തുന്ന ആദ്യത്തെ ടീം എന്ന പ്രത്യേകതയും നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ നേടുകയുണ്ടായി. തുടക്കം തന്നെ ടോസ് നേടി ബാറ്റിംഗിൽ ഇറങ്ങിയ പാകിസ്ഥാന് തുടർച്ചയായ വിക്കറ്റുകൾ നഷ്ടമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബാറ്റിംഗിലോ ബൌളിംഗിലോ ഒരു ഘട്ടത്തിലും ഇന്ത്യക്ക് വെല്ലുവിളിയായില്ലല്ലോ പാകിസ്ഥാൻ. ഒരിക്കലുമില്ല. ടോസ് നേടിയ പാക് ക്യാപ്റ്റൻ സൽമാൻ ആഗ പതിവിന് വിപരീതമായി ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. കാരണം നമുക്കറിയാം സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചാണ്. എന്തുകൊണ്ട് അദ്ദേഹം ബാറ്റിംഗ് തിരഞ്ഞെടുത്തു എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്ത്യയുടെ തീരുമാനം, പാകിസ്ഥാൻ നായകൻ്റെ തീരുമാനം തെറ്റാണെന്ന് രീതിയിൽ തന്നെയായിരുന്നു ഇന്ത്യൻ ബോളർമാരുടെ പ്രകടനം. ആദ്യ ഓവർ എറിയാനെത്തിയ ഹർദിക് പാണ്ഡ്യ ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് സ്വന്തമാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് ഒരു ഘട്ടത്തിൽ പോലും പാകിസ്ഥാൻ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഫർഹാനാണ് 40 റൺസ് എടുത്ത ഫർഹാനാണ് അവരുടെ ടോപ്പ് സ്കോറർ. ഒരു ഘട്ടത്തിൽ 7 വിക്കറ്റിന് 83 എന്ന നിലയിൽ കൂപ്പുകുത്തിയ പാകിസ്ഥാനെ അവസാന ഓവറുകളിൽ വാലറ്റത്ത് ആഞ്ഞടിച്ച പേസർ ഷഹീൻ ഷാ അഫ്രീദിയാണ് 127 എന്ന ഭേദപ്പെട്ട ടോട്ടലിൽ എത്തിച്ചത്. 16 പന്തിൽ 4 സിക്സറുകളുടെ അകമ്പടിയോടെയായിരുന്നു ഷഹീൻ ഷാ അഫ്രീദി പാകിസ്ഥാനെ 127 എന്ന ടോട്ടലിൽ എത്തിച്ചത്. പാക് ഇന്നിംഗ്സിലെ 2ാമത്തെ ടോപ്പ് സ്കോറും ഷഹീൻ ഷാ അഫ്രീദി തന്നെയായിരുന്നു. 5 താരങ്ങൾ 2 അക്കം കാണാതെ പുറത്തായി. ഇന്ത്യക്ക് വേണ്ടി കുൽദീപ് യാദവ്, അതായത് ഇന്ത്യൻ ഇന്നിംഗ്സിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യ UAEക്കെതിരായ 11 തന്നെയാണ് ഇന്ത്യ കളിപ്പിക്കാൻ ഇറങ്ങിയത്. പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരെ ഹർഷ്ദീപ് സിംഗ് തിരിച്ചെത്തിയേക്കുമെന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ 3 സ്പിന്നർമാരുമായി കളിക്കാൻ തന്നെയായിരുന്നു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെയും ഒപ്പം തന്നെ പരിശീലകൻ ഗൗതം ഗംഭീറിൻ്റെയും തീരുമാനം. ആ തീരുമാനം ന്യായീകരിക്കുന്ന പ്രകടനം കുൽദീപ് യാദവ് 2ാം മത്സരത്തിലും കാണിച്ചു. ആദ്യ മത്സരത്തിൽ 7 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റ് UAEക്കെതിരെ സ്വന്തമാക്കിയെങ്കിൽ പാകിസ്ഥാനെതിരായ നിർണായക മത്സരത്തിൽ 3 വിക്കറ്റുകളാണ് കുൽദീപ് യാദവ് സ്വന്തമാക്കിയത്. ഒപ്പം തന്നെ ജസ്പ്രീത് ബുംറ 2 വിക്കറ്റും അക്സർ പട്ടേൽ 2 വിക്കറ്റ് സ്വന്തമാക്കി. ഹർദിക് പാണ്ഡ്യയും വരുൺ ചക്രവർത്തിയും 1 വിക്കറ്റ് സ്വന്തമാക്കിക്കൊണ്ട് പാകിസ്ഥാൻ ഇന്നിംഗ്സ് 127 എന്ന ചെറിയ ടോട്ടലിൽ ഒതുക്കാൻ ഇന്ത്യക്കായി. മറുപടി ബാറ്റിംഗിൽ അനായാസമായ ബാറ്റിംഗ് ശൈലിയോടുകൂടി തന്നെ, അതായത് തുടക്കം തന്നെ ഷഹീൻ ഷാ അഫ്രീദിയുടെ ആദ്യ പന്തിൽ ബൗണ്ടറിയും 2ാം പന്തിൽ 6 അടിച്ചുകൊണ്ടാണ് അഭിഷേക് ശർമ്മ വരവേറ്റത്. അങ്ങനെ അനായാസം ഒരു ഘട്ടത്തിൽ പോലും ഒരു പഴുതുപോലും നൽകാതെ ഇന്ത്യ 7 വിക്കറ്റിന്റെ അനായാസ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ആര്യ, ജയേഷ്, എടുത്തു പറയേണ്ട പെർഫോമൻസ് ആരുടേതൊക്കെയാണ്? അഭിഷേക് ശർമ്മയുടെ തുടക്കം എടുത്തു പറയേണ്ടതല്ലേ? ഉറപ്പായിട്ടും. അതായത് എടുത്തു പറയേണ്ടത് ആദ്യം തന്നെ ബൗളിങ്ങിലേക്ക് വരുമ്പോൾ കുൽദീപ് യാദവിൻ്റെ പ്രകടനം തന്നെയാണ് എടുത്തു പറയാനുള്ളത്. കാരണം നമുക്കറിയാം ആദ്യ മത്സരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 7 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ടാണ് UAEക്കെതിരെ 4 വിക്കറ്റ് സ്വന്തമാക്കിയത്. 2ാമത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ 4 ഓവറിൽ 18 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ടാണ് അദ്ദേഹം 3 വിക്കറ്റ് സ്വന്തമാക്കിയത്. അതിൽ തന്നെ പാകിസ്ഥാൻ ടോപ്പ് സ്കോറായ
ഫർഹാന്റെ വിക്കറ്റ് സ്വന്തമാക്കിയത് കുൽദീപ് യാദവ് ആയിരുന്നു. അങ്ങനെ നിർണായകമായ വിക്കറ്റുകൾ ഒരു ഘട്ടത്തിൽ പോലും പാക് ഇന്നിങ്സിന് നിലയുറപ്പിക്കാൻ കഴിയാത്ത, പാക് ഇന്നിങ്സിൽ കൂട്ടുകെട്ടുകൾ വരുത്താത്ത രീതിയിലുള്ള ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് കുൽദീപിന്റെ ഓരോ വിക്കറ്റുകൾ സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് ഇന്ത്യൻ ഇന്നിങ്സിൽ നിർണായകമായത്. ബൗളിംഗിൽ കുൽദീപ് യാദവും ബാറ്റിംഗിൽ മികച്ച തുടക്കം നൽകിയ അഭിഷേക് ശർമ്മയും തന്നെയാണ് നിർണായകമായത് ഇന്ത്യൻ വിജയത്തിൽ. ജയേഷ, ഈ ഇതിനു മുൻപ് സ്പിൻ ഹെവി ബൗളിംഗ് തന്ത്രം ഇന്ത്യക്കൊരു വലിയ വെല്ലുവിളിയാകുമെന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് പരമ്പരാഗതമായി പാകിസ്ഥാന്റെ മികച്ച ഫാസ്റ്റ് ബൗളിംഗിന് പേര് കേട്ടതുമാണ്. അതിനെയൊക്കെ തകർത്തടിച്ചുകൊണ്ടുള്ള പെർഫോമൻസ് എന്ന് തന്നെ പറയണ്ടേ? ഉറപ്പായിട്ടും. കാരണം താരതമ്യേന 127 എന്ന ചെറിയ ടോട്ടലിൽ പാകിസ്ഥാനെ ഒതുക്കി ഇന്ത്യൻ സ്പിന്നർമാർ മികച്ച രീതിയിൽ കളിച്ചു. 3 സ്പിന്നർമാരും, അതായത് കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും അക്ഷർ പട്ടേലും 4 ഓവർ വീതമുള്ള അവരുടെ സ്പെല്ല് പൂർത്തിയാക്കി എന്നുള്ളതാണ്. സ്പിന്നർമാർ മാത്രമാണ് 12 ഓവർ എറിഞ്ഞത് എന്നുള്ളൊരു പ്രത്യേകതയും ഉണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് പാകിസ്ഥാന് സയ്യിം അയ്യൂബിയും ഒപ്പം തന്നെ മുഹമ്മദ് നവാസ് അടക്കമുള്ള സ്പിന്നർമാർ അവിടെയുണ്ട്. അതിൽ തന്നെ അയ്യൂബി 3 വിക്കറ്റ് എടുത്തുകൊണ്ട് തിളങ്ങിയെങ്കിലും ഇന്ത്യൻ ഇന്നിങ്സ് പക്ഷേ മികച്ച ട്രാക്കിൽ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് അഭിഷേക് ശർമ്മയുടെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അഭിഷേക് ശർമ്മയുടെ ഒരു വെടിക്കെട്ട തുടക്കം തന്നെയായിരുന്നു. ഷഹീൻ ഷാഫ്രീദിയെ ബൗണ്ടറിയും സിക്സറുകളും അടിച്ചുകൊണ്ട് തുടങ്ങിയ അഭിഷേക് മികച്ച ഫോമിൽ തന്നെയാണ്. 13 പന്തിലാണ്, കേവലം 13 പന്തിലാണ് അദ്ദേഹം 31 റൺസ് എന്ന മികച്ച ടോട്ടലിലെത്തിയത്. ഒപ്പം തന്നെ നായകൻ സൂര്യകുമാർ യാദവിന്റെ പ്രകടനം വളരെ പതുക്കെ തുടങ്ങിക്കൊണ്ട്, കരുതലോടെ തുടങ്ങിക്കൊണ്ട്, വിക്കറ്റ് പോകാതെ തുടങ്ങിക്കൊണ്ട്, പിന്നീട് അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ചുകൊണ്ട് 37 പന്തിൽ 47 റൺസ് എന്ന മികച്ച ടോട്ടലിൽ അദ്ദേഹം എത്തി. എടുത്തു പറയാനുള്ളത് ഫൈനലിലെ ഒരു അവസാന പന്ത് സിക്സ് പഴിച്ചുകൊണ്ടാണ് ഇന്ത്യക്ക് വിജയവും സൂര്യകുമാർ സമ്മാനിച്ചത്. ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് തകർപ്പൻ ജയമാണ് ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാനെതിരായ ജയം 7 വിക്കറ്റിനാണ്. ഇന്ത്യക്ക് വേണ്ടി തകർത്തടിച്ചത് സൂര്യകുമാർ യാദവാണ്. പാകിസ്ഥാനെ കടന്നാക്രമിച്ച അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും. ഏഷ്യാകപ്പിൽ ഇന്ത്യയുടെ 2ാം ജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജയേഷ് പൂക്കുട്ടരാണ് വിശദാംശങ്ങൾ നൽകിയത്.